ജീവിതത്തില് അഗ്നിപരീക്ഷകൾ ഉണ്ടായപ്പോൾ അത് കർത്താവിന്റെ സഹനത്തിൽ പങ്കുപറ്റുന്നതാണെന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടെ സ്വീകരിച്ചവളാണ് വിശുദ്ധ മറിയം ത്രേസ്യ. വിശുദ്ധ മറിയം ത്രേസ്യയോട് യേശു തമ്പുരാൻ ചോദിച്ചു, ആവലാതി കൂടാതെ ഞാൻ തരുന്ന കുരിശുകള് നീ ചുമക്കുമോ? വിശുദ്ധ മറിയം ത്രേസ്യ ഉത്തരം നൽകിയത് ഇപ്രകാരമാണ്: ഞാൻ ചുമന്നുകൊള്ളാം, കുരിശ് തരിക. ഈ ചങ്കുറപ്പാണ് വിശുദ്ധ മറിയം ത്രേസ്യയെ ലോകത്തിന് മുഴുവനും മാതൃകയായിട്ട് നൽകപ്പെടുവാൻ കത്തോലിക്ക സഭ തീരുമാനിച്ചതിന്റെ പുറകിലുള്ള രഹസ്യം. സഹനങ്ങളെ ജീവിതത്തില് കരുത്തുള്ള ആയുധമാക്കി മാറ്റുവാൻ അവൾ പരിശ്രമിച്ചു. അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് ഈശോ തന്റെ തിരുമുറിവുകളെ നൽകുവാനായിട്ട് അനുഗ്രഹം കൊടുത്തത്. യേശുവിന്റെ പീഡാസഹനത്തിന്റെ കാഠിന്യം നേരിൽ അനുഭവിച്ചവളാണ് വിശുദ്ധ മറിയം ത്രേസ്യ. ഈ നേരിൽ അനുഭവിച്ചപ്പോഴ് അവൾ ആവർത്തിച്ച് തമ്പുരാനോട് പറഞ്ഞു, മതി കർത്താവേ, മതി, ഈ കുരിശുകള് ഞാൻ ചുമന്നുകൊള്ളാം. ഇത് വിശുദ്ധ മറിയം ത്രേസ്യയുടെ ആത്മാർത്ഥത നിറഞ്ഞ വചനമായിരുന്നു. അത് തന്നെയാണ് അവളെ പഞ്ചക്ഷതയാക്കി മാറ്റുവാനുള്ള കാരണവും. കുരിശുകളെ ജീവിതത്തിന്റെ കിരീടമാക്കി മാറ്റുവാൻ അവൾ പരിശ്രമിച്ചു. വേദനകളെ, മുറിപ്പാടുകളെ അവൾ അനുഗ്രഹത്തിന്റെ അടയാളമായിട്ട് മാറ്റുവാനായിട്ട് പരിശ്രമിച്ചു. മാനുഷികമായിട്ട് ഒരു മനുഷ്യനും ആവലാതി കൂടാതെ, പരിഭവം കൂടാതെ ജീവിതത്തിലെ സഹനങ്ങൾ ഏറ്റെടുക്കാൻ എളുപ്പമല്ല. ഈശോ സംയമനത്തോടുകൂടെ കുരിശിൽ കിടന്നുകൊണ്ട് തന്റെ അവസാന തുള്ളി രക്തം പോലും ചിന്തിക്കൊണ്ട് സഹനങ്ങളെ രക്ഷാകരമാക്കി മാറ്റുന്നത് കണ്ടിട്ടാണ് ആ ശതാധിപൻ പറഞ്ഞത്, ഇവൻ സത്യമായും ദൈവപുത്രനാണ് എന്ന്. ജീവിതത്തിലെ സഹനങ്ങള് ഏറ്റെടുക്കുന്നത് ദൈവീകമാണ്. സഹനങ്ങളെ നിഷേധിച്ച് തള്ളുന്നത് പൈശാചികമാണ്. വിജ്ഞാനത്തിൽ അഹങ്കരിക്കുന്ന ഗ്രീക്കുകാര് യേശുവിന്റെ അടുത്തേക്ക് വന്ന് യേശുവിനോട് വിജ്ഞാനം പങ്കുവെക്കാനായിട്ട് ആവശ്യപ്പെട്ടപ്പോഴ് യേശു അവരോട് പറഞ്ഞത്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ല എങ്കില് അത് അതേപടി കിടക്കും. അത് അഴിയുന്നെങ്കിലോ അതിന്റെ പുറന്തോട് പൊട്ടി അതിന്റെ മാംസലമായ ഭാഗം ചീഞ്ഞളിഞ്ഞ് അതിന്റെ വേരുകള് ആഴത്തിലേക്ക് ഇറങ്ങിയാൽ അതിൽ നിന്ന് പുതിയ മുളയെടുക്കും. സർവവിജ്ഞാനത്തിനും മകുടമായിട്ടുള്ള ജ്ഞാനമാണ് യേശു പ്രഘോഷിച്ചത്. അത് തന്റെ ജീവിതത്തിന്റെ മഹത്തായിട്ടുള്ള ദർശനമാണ്. ആ ദർശനമാണ് പഞ്ചക്ഷരധാരിയായിട്ടുള്ള വിശുദ്ധ മറിയം ത്രേസ്യ നമുക്കും പങ്കു തരുന്നത്. ഹൃദയത്തില് ഈശോയ്ക്ക് പ്രഥമ പ്രാധാന്യം കൽപ്പിക്കുന്നവന് മാത്രമേ ജീവിതത്തിലെ സഹനങ്ങള് ഏറ്റെടുക്കാനായിട്ട് കഴിയുള്ളൂ. ആദ്യത്തെ രക്തസാക്ഷിയായിട്ടുള്ള വിശുദ്ധ സ്തഫാനോസിന്റെ രക്തസാക്ഷിത്വം കഴിഞ്ഞപ്പോഴ് കല്ലുകൾ കൊണ്ട് അവനെ എറിഞ്ഞ് അവനെ കൊന്നപ്പോഴ് അപ്പസ്തോലന്മാരൊഴികെ ബാക്കി എല്ലാവരും യൂദായിലേക്കും സാമറിയയിലെയും ഗ്രാമങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടു. പക്ഷേ അവര് സാമറിയയിലെയും യൂദയായിലെയും ഗലീലയിലെയും ഗ്രാമങ്ങളിൽ ചിതറിക്കപ്പെട്ടപ്പോഴ് അവരവിടെ പോയി ഒളിച്ചിരിക്കുകയല്ലായിരുന്നു. അവരവിടെ പോയി തങ്ങളുടെ സഹപ്രവർത്തകനെ കൊന്നതിന്റെ ദുഃഖം പങ്കിടുകയല്ലായിരുന്നു. മറിച്ച് ഈ എസ്തപ്പാനോസിനേക്കാളും മുമ്പ് കുരിശിൽ കിടന്ന് മരിച്ച ആ ക്രിസ്തുനാഥനെ, അവൻ ഉയർപ്പിക്കപ്പെട്ട ആ മഹാരഹസ്യം അവർ പങ്കിടുകയായിരുന്നു. വിശുദ്ധ മറിയം ത്രേസ്യ തന്റെ ജീവിതത്തിന്റെ 50 വർഷക്കാലം കൊണ്ട് ക്രിസ്തുവിന് ജീവിതത്തില് സാക്ഷ്യം നൽകുവാൻ, ക്രിസ്തുവിന്റെ വചനത്തിന് ജീവിതത്തിലൂടെ സാക്ഷ്യം നൽകുവാൻ അവൾക്ക് കഴിഞ്ഞു.
ആ വിശുദ്ധ മറിയം ത്രേസ്യായുടെ തിരുനാള് നാം ഇന്ന് ആചരിക്കുമ്പോൾ അവൾ കുടുംബങ്ങളുടെ മധ്യസ്ഥയാണ്, സമർപ്പിതരുടെ പ്രചോദനമാണ്, പുത്തഞ്ചിറയുടെ പുണ്യമാണ്, കുഴിക്കാട്ടിശ്ശേരിയുടെ അനുഗ്രഹമാണ്, തിരുക്കുടുംബ സന്യാസി സമൂഹത്തിന്റെ സ്ഥാപകയാണ്. നമുക്കെല്ലാവർക്കും ജീവിതത്തില് കരുത്തു പകരുന്നവളാണ്. ആ വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജീവിതത്തില് ആത്മീയമായിട്ടുള്ള സഹനങ്ങൾ ഏറ്റെടുത്തു. ആ വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജീവിതത്തില് ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടതായിട്ട് വന്നു. ആ വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജീവിതത്തില് സാമൂഹ്യമായിട്ടുള്ള ഒറ്റപ്പെടലുകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ആ വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജീവിതത്തില് മാനസികമായിട്ട് തളർക്കപ്പെട്ട നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. അവയെല്ലാം ജീവിതത്തിന്റെ കരുത്തായിട്ട് മാറ്റി ദിവ്യ രക്ഷകനെ അവൾ അനുഗമിച്ചു. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സഹനങ്ങൾ കാഴ്ചവെക്കുവാനായിട്ട് അവർ സന്നദ്ധയായി. സ്വർഗീയമായിട്ടുള്ള ജീവിത ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആ സഹനങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് അവൾ പരിശ്രമിച്ചു. ഇന്ന് സഹനങ്ങളെ നിഷേധിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നവരാണ് നാം എല്ലാവരും. സഹനങ്ങൾ കാണുമ്പോൾ ഓടി ഒളിക്കാനായിട്ട് പരിശ്രമിക്കുന്നവരാണ് നമ്മിൽ പലരും. മറ്റു ചിലര് ആത്മഹത്യക്ക് പോലും മുതിരുന്നവരുണ്ട്. ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളും പ്രതിബന്ധങ്ങളും കാണുമ്പോൾ ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് കരുതുന്നവരുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്നവരുടെ എണ്ണം ഒട്ടും കുറവല്ല. നിരാശപ്പെട്ട് ദൈവത്തെ തള്ളിപ്പറയുവാനും മറ്റുള്ളവരെ ശപിക്കുവാനും പരിശ്രമിക്കുന്നവരും ഒട്ടും കുറവല്ല. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതകള് ഒന്നൊന്നായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ട്. അവിടെയൊക്കെ ഒരു ധീര വെല്ലുവിളിയായിട്ട് വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജീവിതം നമുക്ക് നൽകുകയാണ്. സഹനങ്ങളെ ദൈവത്തിന്റെ തിരുഹിതത്തിന് വിധേയപ്പെട്ട് സ്വീകരിക്കാനുള്ള മനസ്സ് കാണിക്കുക പോരാ, അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുവാനുള്ള മനസ്സുണ്ടാകുക. അതോടൊപ്പം തന്നെ സ്വർഗീയമായിട്ടുള്ള ലക്ഷ്യം ജീവിതത്തില് എന്നും ഉണ്ടാകട്ടെ. അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തില് നല്ല കനല് വേണം, ദൈവസ്നേഹത്തിന്റെ. കണ്ണില് നല്ല ആർദ്രതയുടെ കനിവ് വേണം. കാലില് തീഷ്ണതയുടെ ചിറകുകൾ വേണം. അധരങ്ങളില് സത്യത്തിന്റെ ചൈതന്യം ഉണ്ടാകണം. കൈകളില് പ്രതിബദ്ധതയുടെ അടയാളങ്ങള് എന്നും ഉണ്ടാകണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ സാധിക്കും. ഒരിക്കൽ കൂടെ തിരുനാളിന്റെ കൃത്യമായിട്ടുള്ള മംഗളങ്ങള് പ്രാർത്ഥനാപൂർവം എല്ലാവർക്കും നേർന്നുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.